ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവൻ ശാലിനിയോട് പറഞ്ഞു, ശാലിനി എന്തായാലും ഈ സത്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ സത്യാമ്മയുടെ വീട്ടിൽ ചെന്ന് പറയാം. ശാലിനിയെയും വിഷ്ണുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാ സത്യാവസ്ഥയും നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താം, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇല്ല ദേവേട്ട, അത് ഒരിക്കലും സത്യാമ്മ ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല, അത് തീർച്ചയാണ്. അത് കേട്ടതും ദേവൻ പറഞ്ഞു, അന്ന് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ എനിക്ക് കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം എല്ലാവരും എന്നെ സത്യയുടെ അച്ഛൻ എന്നുള്ള ആ ഒരു പട്ടം എന്റെ മേൽ ആരോപിക്കുകയായിരുന്നു. ഞാൻ സത്യയുടെ അച്ഛനാണ് എന്ന് അവരാണ് എല്ലാവരും തീരുമാനിച്ച് എന്നിൽ അങ്ങനെ ഒരു വേഷം ആരോപിച്ചു തന്നത്. അത് ആ സാഹചര്യത്തിൽ സത്യമോൾക്ക് അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യമാണെന്നും എനിക്ക് തോന്നി. അതാ ഞാൻ തിരുത്താതിരുന്നത്. പിന്നീട് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സത്യാമ്മയെ നേരിൽ കണ്ടപ്പോൾ കുട്ടികൾ മടങ്ങിയെത്തിയ സമയത്ത് അന്ന് സത്യാമ്മയുടെ ഇക്കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അന്ന് പ്രിൻസിപ്പളും മറ്റെല്ലാവരും ഞാൻ സത്യയുടെ അച്ഛനാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് തിരുത്താൻ കഴിയുമെന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതി. അതാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ നമുക്ക് ചെന്ന് സത്യങ്ങൾ തുറന്നു പറയാം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നും നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താം എന്ന് ദേവൻ ശാലിനിയോട് പറഞ്ഞു. ശാലിനി, ഇപ്പോൾ തന്നെ നമുക്ക് പോകാം സത്യാമ്മയുടെ വീട്ടിലേക്ക് എന്ന് ദേവൻ ആവശ്യപ്പെട്ടിട്ടും ശാലിനി പറഞ്ഞു, വേണ്ട വേണ്ട ദേവേട്ട, ഇപ്പോ ഈ രാത്രിയിൽ ഞാൻ നിറഞ്ഞു കത്തുന്ന സൂര്യനെ പിടിച്ച് സത്യാമ്മയുടെ മുന്നിൽ കൊണ്ടുചെന്നിട്ടാൽ സത്യാമ്മ ചോദിക്കും, ഈ മിന്നാമിനിങ്ങിനെ എന്തിനാണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. അതാണ്, അത്രത്തോളമാണ് സത്യാമ്മയ്ക്ക് എന്നിലുള്ള വിശ്വാസം. എന്തിനേറെ പറയുന്നു, ഞാൻ എന്നും വിചാരിച്ചിരുന്ന, ഒരിക്കലും എന്നെ അവിശ്വസിക്കില്ല എന്നും എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്നും ഞാൻ കരുതിയിരുന്ന എൻ്റെ വിഷ്ണുവേട്ടന് പോലും എന്നിലുള്ള വിശ്വാസം നഷ്ടമായി. പിന്നെയാണോ സത്യാമ്മ? അതുകൊണ്ട് തന്നെ ഇല്ല ദേവേട്ട, എൻ്റെ വിഷ്ണുവേട്ടൻ പോലും എന്നെ കൈയൊഴിഞ്ഞു. പിന്നെ ഇനി മറ്റാരുടെയും വിശ്വാസം നേടിയെടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വിഷ്ണുവേട്ടനുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് ദൈവം പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകന്ന വിഷ്ണു പറഞ്ഞു, ഇല്ല ശാലിനി, അതൊക്കെ ശാലിനിയെ കൊണ്ട് സത്യയുടെ സത്യാവസ്ഥ എന്താണെന്ന്, സത്യയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഞാൻ കളിക്കുന്ന ഒരു നാടകം മാത്രമാണിത്. അത് എൻ്റെ ശാലിനിയോട് തുറന്നു പറയാനും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ജീവന്റെ ജീവനായ എൻ്റെ ശാലിനിയുടെ മുന്നിൽ ആ ഒരു കള്ളം ഞാൻ മറച്ചു പിടിക്കുന്നത്, ആ ഒരു സത്യം ഞാൻ മറച്ചു പിടിക്കുന്നത്, അത് തന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയാണ് ശാലിനി എന്ന് പറഞ്ഞതും ഉടനെ ദേവൻ ചോദിച്ചു, എന്നാ പിന്നെ നമുക്ക് സത്യയുടെ കാര്യം തുറന്നു പറഞ്ഞാലോ? സത്യയുമായി ബന്ധപ്പെട്ട ആ സത്യങ്ങൾ നമുക്ക് സത്യാമ്മയോടും വിഷ്ണുവിനോടും പറയാം. ഞാൻ തന്നെ തന്റെ കൂടെ വരാം, ഇപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും നമുക്ക് അവിടെ ചെന്ന് പറയാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ഇല്ല ഇല്ല ദേവേട്ട, എനിക്ക് ആ സത്യം വെളിപ്പെടുത്താനാവില്ല. ആ സത്യം എൻ്റെ മരണത്തോടെ അല്ലാതെ ആ സത്യം ആരും തന്നെ അറിയില്ല. ഈ മരിക്കുന്നത് വരെ എനിക്ക് ആ സത്യം പുറത്തു പറയാനാവില്ല ദേവേട്ട എന്ന് ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനെ കുറിച്ചും സത്യമോളെ കുറിച്ചും പറയുമ്പോൾ അതെല്ലാം കേട്ട വിഷ്ണു ആ സത്യം ശാലിനി നാവിൽ നിന്ന് വരുന്നില്ല എന്നറിഞ്ഞതോടെ ആകെ വിഷമത്തോടെ സത്യ തന്റെ മകളാണെന്നുള്ള സത്യവും ശാലിനി ഒരിക്കലും ദേവന്റെ ഭാര്യയല്ല എന്നുള്ള സത്യവും വിഷ്ണു തിരിച്ചറിഞ്ഞു. അതോടൊപ്പം ശാലിനി അങ്ങനെ ഒരു സത്യം തനിക്ക് തുറന്നു പറയാനാവില്ലെന്ന് കേട്ടതോടെ വിഷ്ണു ആകെ നിരാശയിലായി. അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, അല്ല തേജസ്വിനി എവിടെ? നിങ്ങളുടെ വിവാഹകാര്യം അത് തീരുമാനമായോ? തേജസ്വിനി എന്താ പറയുന്നത് എന്ന് ചോദിച്ചതും ശാലിനിയോട് വിഷമത്തോടെ ദൈവം പറഞ്ഞു, അതെ, തൻ്റെ കൂട്ടുകാരിയായ കളക്ടറായ തേജസ്വിനിക്ക് അങ്ങനെ ഒരു ജീവിതം താൻ തന്നെ നേടിക്കൊടുത്തു. തൻ്റെ സുഹൃത്തുക്കളായ ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായി ശാലിനി ശ്രമിച്ചു. എന്നാൽ തൻ്റെ കളക്ടറായ കൂട്ടുകാരിക്ക് നല്ലൊരു ജീവിതമുണ്ടാകുമ്പോൾ തൻ്റെ ജീവിതം ഞങ്ങളാൽ തന്നെ ഈ രീതിയിൽ തകർന്നുടയുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാൻ കഴിയുന്നില്ല ശാലിനി എന്ന് ദേവൻ തുറന്നു പറയുന്നത് കേട്ട് വിഷ്ണു ഞെട്ടി. അന്ന് കളക്ടറുടെ ഭർത്താവാണ് ഞാനെന്ന് അന്ന് ദേവൻ ഫോണിൽ പറഞ്ഞത് അത് തേജസ്വിനിയെ കുറിച്ചായിരുന്നു എന്നുള്ള കാര്യം വിഷ്ണു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അന്ന് കളക്ടർ എന്ന് പറഞ്ഞത് തേജസ്വിനിയെ കുറിച്ചായിരുന്നോ എന്ന് വിഷ്ണു ആശങ്കപ്പെട്ടു. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതോടെ സത്യയുമായി സംബന്ധിക്കുന്ന ആ രഹസ്യം തനിക്കൊരിക്കലും പുറത്തു പറയാൻ കഴിയില്ല എന്ന് ശാലിനി നിർബന്ധം പിടിച്ചതോടെ ആകെ വിഷമത്തോടെ വിഷ്ണു തിരികെ തൻ്റെ വണ്ടിക്കരികിലേക്ക് എത്തി. ജീപമെടുത്ത് വിഷ്ണു അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് ശാലിനി എല്ലാ സത്യങ്ങളും തനിക്ക് പറയാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നത് കേട്ട് ദേവനാകെ വിഷമത്തോടെ ശാലിനിയെ നോക്കി. അപ്പോഴേക്കും ഉടനെ ശാരദാമ്മ ചോദിച്ചു, അല്ല മോനെ, നിങ്ങളുടെ വിവാഹം അതിന് എന്നാ? ഉടനെ 2 മാസത്തിനകം അല്ലെങ്കിൽ അടുത്ത മാസം വിവാഹം ഉണ്ടാകുമെന്നല്ലേ മോനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും ദൈവം പറഞ്ഞു, ഞങ്ങളുടെ വിവാഹകാര്യത്തിൽ ചില തീരുമാനം ഞങ്ങൾ എടുത്തു ശാരദാമ്മേ.
1 മാസത്തിന് ശേഷം വിവാഹം നടത്താമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഇപ്പോൾ അത് വേണ്ട എന്ന് ഞാനും തേജസ്വിനിയും ഒന്നിച്ച് തന്നെ എടുത്ത തീരുമാനമാണ്. തൽക്കാലം ആ വിവാഹം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് ഇനി ശാലിനിയും വിഷ്ണുവും ഒന്നിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ഞെട്ടലോടെ ചോദിച്ചു, ദേവേട്ടൻ എന്താ ഈ പറയുന്നത്? ആ, അതും ഇതും തമ്മിൽ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദേവൻ പറഞ്ഞു, ശാലിനി, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട് ശാലിനി എന്ന് പറഞ്ഞ് ദേവൻ വേഗം, എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഫ്ലൈറ്റിന് സമയമായി എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ആ കാഴ്ച കണ്ടതോടെ സങ്കടപ്പെട്ടുകൊണ്ട് ശാരദാമ്മയും ശാലിനിയും നോക്കി നിന്നു. അപ്പോഴേക്കും ശാരദാമ്മ അരികിലേക്ക് വന്ന് ശാലിനിയോട് ചോദിച്ചു, എടിമോളെ, ദേവൻ പറഞ്ഞതുപോലെ സത്യങ്ങൾ നമുക്ക് വിഷ്ണുമോനോടും സത്യാമ്മയോടും പറഞ്ഞാലോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അമ്മേ, ദേവേട്ടനും തേജസ്വിനിയും ഒക്കെ പറയുന്നത് സത്യയുടെ കാര്യമാണ്. അവർക്ക് സത്യയുടെ കാര്യം മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ പപ്പിമോളുടെ കാര്യം അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയണ്ട എന്ന് പറഞ്ഞത്. നമ്മൾ സത്യയുടെ കാര്യം തുറന്ന് പറയുമ്പോൾ പപ്പിമോളുടെയും ശ്യാമയുടെയും ജീവിതം കൂടി നമ്മൾ ചിന്തിക്കണം. അവരുടെ കൂടി ജീവിതം തകരുന്ന കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിന് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളുള്ളൂ. ശ്യാമയും രോഹിത്തും പപ്പിമോളുമെങ്കിലും സുഖമായി ജീവിക്കട്ടെ അമ്മേ. ഈ സത്യം, ഞാൻ 2 കുട്ടികളെ പ്രസവിച്ചിരുന്നെന്നും അതിലൊരു കുഞ്ഞിനെ ഞാൻ ശ്യാമയ്ക്ക് കൊടുത്തുവെന്നും അതാണ് പപ്പിയെന്നുമുള്ള രഹസ്യം ഒരു കാരണവശാലും ആരും അറിയാൻ പോകുന്നില്ല. ആ സത്യം എൻ്റെ ചിതയോടെ എരിഞ്ഞിടങ്ങട്ടെ, അതാണ് നല്ലതെന്ന് പറഞ്ഞ് ശാലിനി വിഷമത്തോടെ റൂമിലേക്ക് പോകുമ്പോൾ ശാരദാമ്മ തൻ്റെ മകളുടെ ആ ദുർഘട സന്ധി ഓർത്ത് ആകെ സങ്കടപ്പെട്ടു നിന്നു. ശാലിനി വേഗം പൂജാമുറിയിലേക്ക് എത്തി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. വിഷ്ണു തിരികെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ മുഴുവൻ ശാലിനിയെയും സത്യമോളെയും കുറിച്ച് ആലോചിച്ചു. ആ സത്യം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വിഷ്ണുവിൻ്റെ മനസ്സ് വല്ലാതെ ഇരട്ടി. ആ സമയത്ത് അവിടേക്ക് വന്നെത്തിയ വിഷ്ണു തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ മധുശ്രീ തന്നെക്കുറിച്ച് ചെയ്യിച്ച കാര്യങ്ങൾ ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നു കാർത്തിക. അപ്പോഴേക്കും ജീപ്പിൽ വന്നിറങ്ങിയ വിഷ്ണു ഉടനെ തന്നെ മുകളിലേക്ക് എത്തി. വിഷ്ണു വരുന്നതും കാത്ത് സത്യാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മ ഉടനെ തന്നെ തൻ്റെ അരികിലേക്ക് വരുമെന്നൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന കാർത്തിക സത്യാമ്മ അരികിലേക്ക് വന്നത് കണ്ടു. ഉടനെ, ഇനിയിപ്പോൾ മധുശ്രീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണല്ലോ, ഭാഗ്യം, എന്തായാലും സത്യാമ്മ ഇവിടേക്ക് വന്നല്ലോ. അങ്ങനെ ഓർത്ത് കാർത്തിക നിൽക്കുമ്പോൾ സത്യഭാമ അരികിലേക്ക് എത്തി ചോദിച്ചു, മോളെ, നീ കിടന്നില്ലേ? നീ എന്താ ഉറങ്ങാൻ വൈകുന്നത് എന്ന് ചോദിച്ചതും കാർത്തിക പറഞ്ഞു, ഒന്നുമില്ല സത്യാമ്മേ, ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. അല്ല, വിഷ്ണു എവിടെ എന്ന് ചോദിച്ചു. വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ കാർത്തിക നിൽക്കുമ്പോൾ സത്യഭാമ ചോദിച്ചു, അല്ല, എന്താ വിഷ്ണു എവിടെ? എന്താ മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചതും വിഷ്ണുവേട്ടൻ പുറത്തേക്ക് എങ്ങോട്ടോ പോയി സത്യാമ്മേ, ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല, മുൻവാതിൽ തുറന്ന് പോകുന്നതാണ് കണ്ടത്, എവിടേക്ക് പോയെന്നറിയില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല എന്ന് കാർത്തിക മറുപടി നൽകി. അപ്പോഴാണ് വിഷ്ണു മുകളിലേക്ക് കയറി വന്നത്. ആ കാഴ്ച കണ്ടതും സത്യഭാമ ചോദിച്ചു, വിഷ്ണു, നീ ഇതെവിടെ പോയതാ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഞാൻ പുറത്തുണ്ടായിരുന്നു അമ്മേ എന്ന് ചോദിച്ചതും പുറത്ത് നീ എവിടെ? നീ എന്തിനാ പുറത്തു പോയതെന്ന് ചോദിച്ചതും പുറത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നമ്മേ, കാറ്റ് കൊള്ളുകയായിരുന്നു എന്ന് പറഞ്ഞു. ഈ വീടിനകത്തില്ലാത്ത കാറ്റാണോടാ നീ പുറത്തു പോയി ഇപ്പോൾ കൊള്ളാൻ പോയത്? സത്യം പറ വിഷ്ണു, നീ എവിടെയാ പോയത് എന്ന് ചോദിച്ചതും വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കി. അതിനുശേഷം വിഷ്ണുവിനെ നോക്കിയ കാർത്തികയെ രൂക്ഷമായി വിഷ്ണു നോക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു, നീ അവളെ നോക്കണ്ട, അവള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്, നിന്നെ ഇവിടെ കാണാനായിട്ട് ഞാൻ അന്വേഷിച്ചതാണ്. വിഷ്ണു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇപ്പോൾ പോയെന്ന് പറഞ്ഞ് കാറ്റ് കൊള്ളാൻ പോയെന്ന് പറഞ്ഞത് നീ ശാലിനിയുടെ അരികിലേക്കല്ലേ? ശാലിനിയെ കാണാനല്ലേ വിഷ്ണു നീ പോയത്? ഇവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ നിന്റെ പ്രവൃത്തി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പോകുന്നത്. അത് കേട്ടതും വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഞാൻ അവിടെയൊന്നും പോയില്ലെൻ്റെ അമ്മേ എന്ന് വിഷ്ണു മറുപടി നൽകിയതും സത്യഭാമ പറഞ്ഞു, ശരി, ഞാൻ വിശ്വസിക്കാം. നീ എൻ്റെ വേഗം തന്നെ വിഷ്ണുവിൻ്റെ കൈയെടുത്ത് സത്യഭാമ തലയിൽ വെക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ തലയിൽ കൈവച്ച് സത്യം പറയടാ, നീ ശാലിനിയെ കാണാൻ പോയതല്ല എന്ന്. എന്താ വിഷ്ണു, പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചതും വിഷ്ണു വേഗം സത്യഭാമയുടെ കയ്യിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് പറഞ്ഞു, തലയിൽ നിന്ന് കൈയെടുത്ത് പറഞ്ഞു, അമ്മേ, ഞാൻ ശാലിനിയെ കുറച്ച് ദൂരെ നിന്നേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. വിഷ്ണുവിനെ നോക്കി സത്യഭാമ പറഞ്ഞു, എടാ, ഇനി അവൾക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാടാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇവളെ പിന്നെ എന്തിനാ ഇവിടെ നിർത്തിയത് എന്ന് ചോദിച്ചു. സത്യഭാമ ദേഷ്യത്തോടെ വിഷ്ണുവിന്റെ മുന്നിലേക്ക് കാർത്തിയെ പിടിച്ചു നിർത്തി. വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, ശരി, നിന്റെ ഈ രാത്രിയിലുള്ള ആ സമയത്തുള്ള ഈ കാറ്റ് കൊള്ളാനുള്ള പോക്കില്ലേ, അത് ഞാൻ മാറ്റിത്തരാം. നിന്റെ പ്രശ്നത്തിനൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. സത്യഭാമ കാർത്തികയോട് പറഞ്ഞു, മോളി എന്ന് റൂമിൽ നിന്ന് എൻ്റെ ഫോണിങ് എടുത്തുകൊണ്ട് പോവാം. അത് കേട്ടതും വേഗം തന്നെ കാർത്തിക സത്യഭാമയുടെ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് വിഷ്ണു വേഗം മുറിയിലെത്തി ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞനുസരിച്ച് കാർത്തിക മൊബൈൽ ഫോണുമായിട്ട് തിരിച്ചു വന്നു. മൊബൈൽ ഫോൺ സത്യഭാമ വാങ്ങിച്ചതും വേഗം കാർത്തികയോട് പറഞ്ഞു, മോളിനി പൊയ്ക്കോ. വേഗം തിരികെ റൂമിലേക്ക് കാർത്തികയും പോയി കഴിയുമ്പോൾ സത്യഭാമ ഫോണെടുത്ത് ജോത്സനെ വിളിച്ചു. ജോത്സൻ ഈ സമയത്ത് ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്
കോള് വന്നത് സത്യാമ്മയാണെന്ന് കണ്ടതോടെ വേഗം അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ജോത്സ്യനെ ഞാനിപ്പോൾ ആ സമയത്ത് വിളിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഒരു അത്യാവശ്യ കാര്യം ജോത്സ്യനോട് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു. അവന് നല്ലൊരു സമയം, അവൻ്റെ ശാന്തി മുഹൂർത്തം നടത്താൻ പറ്റിയ നല്ലൊരു സമയം നോക്കണം. അതിന് നാളെ രാവിലെ തന്നെ ജോത്സ്യർ ഇവിടേക്ക് എത്തുമോ? നല്ലൊരു മുഹൂർത്തം കുറിക്കാൻ വേണ്ടിയാണ് എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ട് ശരി സത്യാമ്മ എന്ന് ജോത്സ്യൻ മറുപടി നൽകി. ആ വാക്കുകൾ കേട്ടതോടെ വിഷ്ണുവും കാർത്തികയും ആകെ ടെൻഷനിലാവുന്നു. രണ്ടുപേരും ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യുന്നോർത്ത് തലകുലിച്ചു. പിറ്റേന്ന് രാവിലെ ശ്യാമയുടെ ഫോണിലേക്ക് ശാലിനി വിളിക്കണം. ശ്യാമ പുറത്തു നിന്ന് തൻ്റെ തുണിയൊക്കെ തയ്ച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയുടെ കോള് വരുന്നത് കണ്ട് കുഞ്ഞേച്ചിയോ എന്തായിരിക്കും എന്നാലോചിച്ച് വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ശ്യാമ വളരെ സന്തോഷത്തോടെ കുഞ്ഞേച്ചി എന്ന് വിളിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ശ്യാമേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. എന്താ കുഞ്ഞേച്ചി എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് കാർത്തികയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു. ക്ഷേത്രത്തിൽ വെച്ചോ എന്ന് ചോദിച്ചതും അതെ, അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ ശാലിനി ശ്യാമയോട് പറയുന്നു. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ചില സംശയമുണ്ട്. അവരുടെ വിവാഹം ശരിക്കും നടന്നതാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് നീ ശരിക്കും കാർത്തികയെ വാച്ച് ചെയ്യണം മോളെ എന്ന് ശ്യാമയോട് ശാലിനി വേണ്ട നിർദ്ദേശം നൽകി. അത് കേട്ടതോടെ ശരി കുഞ്ഞേച്ചി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. അപ്പോഴേക്കും കാർത്തികയുടെ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് തോന്നിയ സംശയങ്ങൾ സത്യമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം നടന്നിട്ടില്ല എന്ന ചിന്തയിലും മുഴുകി ശാലിനി അതുതന്നെ ആലോചിച്ചിരിക്കുന്നു.